ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ചത്ത പച്ച ചത്ത പച്ച വരുന്നുണ്ട്. അപ്പോൾ ജനുവരി 22 നമ്മൾ അർജുൻ അശോകൻ്റെ സിനിമ റിലീസാവാൻ വേണ്ടി പോവുകയാണ്, ചത്ത പച്ച. അപ്പോൾ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. സൂപ്പർ ഹിറ്റ് ആവട്ടെ പടം. ദ റിംഗ് ഓഫ് റൗഡീസ് സിനിമയുടെ ഇത് കൊടുത്തുള്ളതാണ്. ചത്ത പച്ച, ദ റിംഗ് ഓഫ് റൗഡീസ്, അങ്ങനെയാണ് സംഭവം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി ടീസറൊക്കെ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. അതുപോലെ തന്നെ ലിറിക് സോങ് ഒക്കെ ഓൾറെഡി റിലീസായിട്ടുണ്ട്. അടിപൊളി പടമാണെന്നാണ് പറയുന്നത്. വെച്ചാൽ കണ്ടതല്ല, അടിപൊളി പടമാണ് വരാൻ പോകുന്നത്. സൂപ്പർ പടമായിരിക്കും. സസ്പെൻസ് ത്രില്ലർ മൂവി എന്നൊക്കെ പറയില്ലേ, പോലെ സസ്പെൻസ് ത്രില്ലർ മൂവിയാണ്. അപ്പോൾ അതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മമ്മൂക്ക കാമിയോ റോളിലായിട്ട് വരുന്നുണ്ട്. മമ്മൂക്ക വരുന്നുണ്ട് മക്കളെ. ഒന്നും പറയണ്ട, അടിപൊളി പടമായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി പടമായിരിക്കും. അർജുൻ അശോകനും അതുപോലെ തന്നെ മമ്മൂക്കയും ബ്രഹ്മയുഗത്തിന് ശേഷം വീണ്ടും ഒന്നിക്കുന്ന ഒരു സിനിമ എന്നൊക്കെ പറയില്ല. അപ്പോൾ ആ ലെവലിലേക്കാണ് ഇപ്പോൾ ഇത് നീങ്ങിയിട്ടുള്ളത്. അപ്പോൾ അർജുൻ അശോകൻ്റെ അഭിനയമൊക്കെ നമ്മൾ ഓൾറെഡി ബ്രഹ്മയുഗത്തിലൊക്കെ നമുക്ക് കണ്ടതാണ്. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ട അഭിനയം അടിപൊളിയായിരിക്കും. അതുപോലെ തന്നെ മമ്മൂക്കാടെ പെർഫോമൻസ് പിന്നെ പറയേണ്ട ആവശ്യമില്ല. മമ്മൂക്കാടത് എന്ന് പറഞ്ഞാൽ സ്പെഷ്യലായിട്ട് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഓൾറെഡി മലയാളികൾ കളങ്കാവലിലൊക്കെ കണ്ടുകൊണ്ടിരിക്കണം. ബ്രഹ്മയുഗത്തിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. കളങ്കാവലും അതുപോലെ തന്നെ ബ്രഹ്മയുഗം, അങ്ങനത്തെ സിനിമകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലൻ കഥാപാത്രങ്ങൾ, വില്ലൻ റോളുകളാണ് നമുക്ക് ചെയ്തത്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കാമിയോ റോളിൽ സസ്പെൻസ് ത്രില്ലറായിട്ടാണ് നമുക്ക് വരുന്നത്. ഇതിൽ ചത്ത പച്ചയിൽ, പച്ചത്തല്ല. അപ്പോൾ സിനിമ ഈ 2026 സ്ക്രീനിലെത്തുന്ന ഈ സിനിമ 2026 ജനുവരി 22 റിലീസാകുന്ന ഈ സിനിമയാണ്. ഇതിൽ മമ്മൂക്കാനെ സംബന്ധിച്ചിടത്തോളം ഒരു വെറൈറ്റി സസ്പെൻസ് ത്രില്ലർ ഐറ്റംസുമായിട്ടാണ് മമ്മൂക്ക ഈ സിനിമയിൽ ക്യാമിയ റോളിലെത്തുന്നത്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ തന്നെ സിനിമയുടെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇപ്പോൾ റിലീസായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോന്ന് പുതിയ അപ്ഡേറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ മമ്മൂക്കയുടെ ഒരു സ്പെഷ്യലായിട്ടൊരു എം വന്നുകൊണ്ടിരിക്കുകയാണ്. ദ മെഗാ വൺ എന്നൊക്കെ പറയുന്ന പോലെ ഒരു എം ഇങ്ങനെ സ്പെഷ്യലായിട്ട് ഒരു വെറൈറ്റി ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, അത് സസ്പെൻസ് ത്രില്ലറും അതുപോലെ തന്നെ പ്രത്യേകിച്ച് മമ്മൂക്കയുടെ പെർഫോമൻസും മമ്മൂക്കയും കൂടി ആയിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ തിയേറ്ററിൽ പൂരപ്പറമ്പാവും എന്നുള്ളത് 100% ഉറപ്പാണ്. ദ റിംഗ് ഓഫ് റൗഡീസ് എന്നാണ് സിനിമയുടെ കൊടുത്തിട്ടുള്ളത്. ചത്ത പച്ച, ദ റിംഗ് ഓഫ് റൗഡീസ്. അപ്പം തന്നെ അടിയുടെ പൊടിയേരി കഴിഞ്ഞാവും, പൊടി പൂരാവും. തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കൊരു പഞ്ഞുണ്ടാവില്ല. സിനിമ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് അടി ഇവിടുന്ന് അടി എന്നൊക്കെ പറഞ്ഞ പോലെ സിനിമ ഇങ്ങനെ അടിയോണ്ട് തിയേറ്റർ ഇങ്ങനെ പൂരപ്പറമ്പാക്കും. ആ നിലക്കാണ് സിനിമയുടെ സസ്പെൻസുകൾ ഉള്ളതെന്നാണ് പറയണത്. ദ റിംഗ് ഓഫ് റൗഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ അല്ലേ. അപ്പോൾ പാട്ടൊക്കെ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഹിറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലത്തെ അർജുൻ അശോകൻ്റെ ഒരു വെറൈറ്റി കഥാപാത്രം തന്നെയായിരിക്കും. അതുപോലെ തന്നെ വലിയ വൻ താരനിര തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ അതിന് ഒരു കുറവില്ല. പക്ഷെ എന്താണ് വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ വെറൈറ്റി എന്ന് പറഞ്ഞാൽ മമ്മൂക്കയാണ് ഇതിൽ വെറൈറ്റി ആയിട്ട് വരുന്നത്. അതും സസ്പെൻസ് ത്രില്ലർ ആയിട്ടാണ് മമ്മൂക്ക വരുന്നത്. അപ്പോൾ പ്രതീക്ഷിക്കാമല്ലോ, പറയാൻ മമ്മൂക്കയാണല്ലോ, മമ്മൂട്ടിയാണല്ലോ അല്ലെങ്കിൽ മമ്മൂക്കയാണല്ലോ, അറിയാലോ മമ്മൂക്കയാണ് എന്ന് പറഞ്ഞ പോലെ അറിയാലോ ഇത് മമ്മൂട്ടിയാണ്. അപ്പോൾ വെറൈറ്റികളൊക്കെ വരാൻ മമ്മൂക്കാനെ കൊണ്ട് കഴിയും. അല്ലെങ്കിൽ മമ്മൂക്ക വന്നാൽ അതൊക്കെ നടക്കുള്ളൂ എന്നുള്ളത് 100% മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത് എല്ലാവർക്കും അറിയണ കാര്യമാണ്. അപ്പോൾ ജനുവരി 22 ഏതാണ് ചത്ത പച്ച റിലീസാവുകയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ സിനിമ കാണണം. പുതിയ വെറൈറ്റി സിനിമകൾ മലയാളികൾ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ ഒരു വെറൈറ്റി സാധനം തന്നെയാണ് ഇപ്പോൾ ഈ വരാൻ വേണ്ടി പോകുന്നത് ജനുവരി 22 2026 ഒരു വെറൈറ്റി ചിത്രമാണ് ഇപ്പോൾ ഈ റിലീസിന് വരാൻ വേണ്ടി പോകുന്നത് ജനുവരി 22. അപ്പോൾ അത് വൻ വിജയമാവട്ടെ, വൻ ഹിറ്റാവട്ടെ. ഇത് ചരിത്രമായി മാറും. ചരിത്രം തിരുത്തി കുറിക്കുന്നൊക്കെ പറഞ്ഞ പോലെ ഇതൊരു വൻ ഹിറ്റായി മാറട്ടെ. ചരിത്രമാകട്ടെ. മലയാള സിനിമ എന്താവട്ടെ, വാനോളം ഉയരട്ടെ, ഉയരങ്ങളിലെത്തട്ടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി. ഇനിയും ഒരുപാട് പുതിയ സിനിമകൾ ഇങ്ങനെ മലയാളികൾക്ക് തന്നെ സമ്മാനിച്ച്, ലോകത്തിന് സമ്മാനിച്ച് പുതിയ ചരിത്രം രചിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.